our YouTube channel. Like and subscribe. ഹായ് ഓൾ, ടുഡേ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ബീട്രൂട്ടും ചക്കക്കുരുവും ഇട്ടുള്ളൊരു തോരനാണ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് അത് നല്ല രീതിയിൽ പൊട്ടിയതിന് ശേഷം അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒരു പച്ച അത് മാറുമ്പോഴത്തേനും അതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കണം. ചക്കക്കുരു കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അതിനാവശ്യമായ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് ഒന്നിളക്കി അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് നേരം തീ സ്ലിമ്മിലിടണം. 10 മിനിറ്റിന് ശേഷം തുറന്ന് അതിലേക്ക് ബീട്രൂട്ട് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത് തട്ടി കൊടുക്കണം. തട്ടിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് തട്ടി വച്ചതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പിടുന്നത്. ബീട്രൂട്ട് ഇട്ടതിന് ഉടനെ ഉപ്പിടത്തില്ല. അരപ്പ് ഇട്ടതിന് ശേഷം ഉപ്പിട്ടതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഇളക്കരുത്, അടച്ചു വയ്ക്കണം. അപ്പോൾ അരപ്പിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞില്ലല്ലോ. തേങ്ങ, മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, ജീരകപ്പൊടി, വെളുത്തുള്ളി, ഇത്രയാണ് അരപ്പിന് വേണ്ടത്. ഒരു 3 അല്ലി വെളുത്തുള്ളി മതിയായിരിക്കും. വെളുത്തുള്ളി ഇട്ട് ഒന്ന് മിക്സിയിൽ അരച്ചതിന് ശേഷം അതാണ് തട്ടി കൊടുക്കുന്നത്. അത് തട്ടിക്കൊടുത്ത് അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കാം. തുറന്ന് നല്ല രീതിയിൽ ഇളക്കി നോക്കാം. ഋതുവിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഓക്കെ.